EP ജയരാജനുമായി ഇപ്പോൾ മഞ്ജുഷ് ഗോപാൽ സംസാരിക്കുക, അതിലേക്ക് പോവുകയാണ് തത്സമയം. PDP ഇവരൊക്കെ BJP അകറ്റി നിർത്തുവാനായിട്ട് UDF-നോ LDF-നോ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ UDF-നാണ്, പക്ഷേ BJP അകറ്റി നിർത്താൻ ചില മണ്ഡലങ്ങളിൽ LDF-നും. SDPയും സ്വാഭാവികമായിട്ടും ഇതേ രീതിയിലുള്ള നിലപാടാണ്. കൂടുതലും LDF-ന് അനുകൂലമായിരിക്കും. അവർ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുള്ളൂ. പക്ഷേ ഇത് LDF-നും അത് ഈ മതനിരപേക്ഷത പ്രതിച്ഛായയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു വർഗീയതയ്ക്ക് പരിഹാരം മറ്റൊരു വർഗീയതയല്ല, മതനിരപേക്ഷതയാണ്. എല്ലാ ജനങ്ങളിലും സാഹോദര്യം വളർത്തിയെടുക്കാനാണ്, എല്ലാവരുടെയും ഐക്യം വളർത്തിയെടുക്കാനാണ്, എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. മതവിശ്വാസികൾക്ക് അവർക്ക് സന്തോഷപൂർവ്വം പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും, ചർച്ചിൽ പോകാനും പ്രാർത്ഥിക്കാനും, അമ്പലങ്ങളിൽ പോകാനും ഒക്കെ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം, സന്തോഷകരമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കണം. അത് ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ ഉണ്ടാകൂ. അതിന്ന് ന്യൂനപക്ഷങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ ജനവിഭാഗവും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതവിശ്വാസികളും ദൈവവിശ്വാസികളും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾ അവർക്ക് തന്നെ ഇന്ന് ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭരണം ഉണ്ടാക്കിക്കൊടുത്ത നേട്ടങ്ങൾ അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷം തന്നെ വീണ്ടും വരണം, എങ്കിലേ നാട് രക്ഷപ്പെടൂ, അല്ലെങ്കിൽ അപകടകരമാണ് എന്ന നിലയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ്. ആ ചിന്തയുടെ ഭാഗമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കോൺഗ്രസിനകത്ത് ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകൂ, ഇടതുപക്ഷമാണ് ശക്തിപ്പെടേണ്ടത് എന്ന ചിന്താഗതിയുള്ള എത്രമാത്രം ആളുകളുണ്ട്. ആ ജനങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറി വരികയാണ്. പക്ഷേ ഈ വർഗീയ പാർട്ടികളുടെ പിന്തുണ ആവശ്യമുണ്ടോ? SDPയെ പോലെയുള്ള വർഗീയ പാർട്ടികളുടെ നില അവരവരുടെ നില തീരുമാനിക്കട്ടെ. അവരുടെ നില തീരുമാനിക്കേണ്ട അവകാശമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്താനും ജനക്ഷേമകരമായ നിലയിൽ ആ പരിപാടികൾ വിജയിപ്പിക്കാനും അതിലെല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുക എന്ന സാഹോദര്യത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ ഇഫ്താർ പാർട്ടി. കർണാടക കോൺഗ്രസല്ലേ ഭരിക്കുന്നത്, അവിടെ എവിടെയെങ്കിലും ഇഫ്താർ പാർട്ടി നടക്കുമോ? പോയാൽ ഇവരെ തിരിച്ചു പോകുമോ? UP നടക്കുമോ? മധ്യപ്രദേശിലുണ്ടാകുമോ? ആ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റി തീർക്കുകയാണ്. അതിനെതിരായിട്ട് ജനങ്ങളുടെ എല്ലാം സാഹോദര്യം സൃഷ്ടിച്ചെടുക്കാൻ വളരെ വളരെ നിർണായകമായ പങ്ക് വഹിച്ച് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്, വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. പക്ഷെ അവിടെ ഈ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുക്കുന്നതിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. LDF അതെന്തിനു വേണ്ടിയാണ് ആ വിമർശനം ഉന്നയിക്കുന്നത്? അതേസമയത്ത് തന്നെ LDF-നും പിന്തുണ നൽകുന്നുണ്ടവർ. ഞങ്ങളുടെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളം വളരെ വളരെ പിന്നിലായിരുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി വളരെ പിന്നോക്കമായിരുന്നു. ജാതി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, പട്ടിണി പാവങ്ങൾ, കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ, ഇങ്ങനെയുള്ളതായിരുന്നു കേരളം. ഈ കേരളത്തെ ഉഴുതുമറിച്ച് മാറ്റി തീർത്തതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. ഇവിടെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച ആ പ്രവർത്തനങ്ങൾ പിന്നീട് കേരളത്തിൽ നടപ്പിലാക്കിയത്, ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് പിന്നീട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നു വന്നത്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മനസ്സ്, കേരളത്തിൻ്റെ ചിന്ത ആ ഇടതുപക്ഷ ചിന്തകളിലേക്ക് കൊണ്ടുവന്നതാണ് ഇന്ന് കാണുന്ന സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനം. അല്ല, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അത് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ടാകും, വലതുപക്ഷ ശക്തികളുണ്ടാകും. ആ വലതുപക്ഷ ശക്തികളെ എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേർന്ന് നാടിൻ്റെ നന്മയെ തുരങ്കം വയ്ക്കുന്നവരാരായാലും അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല. ഇത് ആധുനിക കാലഘട്ടമാണ്. അത്തരം ചിന്താഗതികളെ ജനങ്ങൾ തന്നെ തള്ളിക്കളയും. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ ഡീൽ ആരോപണം പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ജയിക്കണം എന്ന് ഇടതുമുന്നണി ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ആത്മവിശ്വാസത്തിന് കാരണം ഈ പറയുന്ന പോലെ BJP-യുമായി ചില സീറ്റുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ധാരണയാണ് എന്നുള്ള കാര്യമാണ്. അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുവാൻ കഴിയുന്നുണ്ടോ? പിന്നെന്താ സംശയം? എന്ത് ഡീല്? ആരോടാ പറയുന്നത് ഇവർ ഡീല്? കോൺഗ്രസ്സിന് ഈ ഞങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കാൻ എന്ത് ധാർമ്മിക അവകാശമുള്ളത്? ഒരു മാസത്തിനപ്പുറമല്ലേ ഹരിയാന രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്?
എങ്ങനെയാണ് BJP ജയിച്ചു വന്നത്? കോൺഗ്രസല്ലേ ജയിപ്പിച്ചത്. അങ്ങനെയല്ലേ അംഗസംഖ്യ കിട്ടിയത്. ഹരിയാനയിൽ, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്? ബീഹാർ ഇപ്പോൾ അടുത്ത കാലത്ത് BJP അധികാരത്തിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാടല്ലേ. നിങ്ങൾ ഒറ്റ ഉദാഹരണം എടുക്കൂ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, കേജ്രിവാളിൻ്റെ പാർട്ടി, അവിടെ നല്ല നിലയിൽ ജനസ്വാധീനം നേടി വന്ന പാർട്ടിയാണ്. ആ ഭരണം ശക്തമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരാണ്. വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. ആ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് BJP ശ്രമിച്ചത്. അവരതിന് ചെയ്തത് ഇന്ത്യയുടെ നല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ഇപ്പോൾ അമേരിക്ക വെനസ്വേലിയൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഏതാണ്ട് അതുപോലെയല്ലേ ഉണ്ടായത്. ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവച്ചില്ലേ. ഏത് ജനാധിപത്യമാണത്? എന്ത് അടിസ്ഥാനമാണ്? എത്ര മാസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ജയിലിൽ കിടന്നിട്ടല്ലേ ചെയ്തത്? അദ്ദേഹത്തെ മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹമന്ത്രി, ആരോഗ്യമന്ത്രിയെ അറസ്റ്റ് ജയിലിൽ വെച്ചു. ആ ഭരണം തകർത്ത് അധികാരം പിടിക്കാൻ BJP ചെയ്തു. അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ആരോടൊപ്പമായിരുന്നു? ആ BJPയോടൊപ്പം. ഈ അറസ്റ്റിനെയും കേജ്രിവാളിനും അതുപോലെ ആം ആദ്മി പാർട്ടിക്കുമെതിരെ BJP ഗവൺമെൻറ് സ്വീകരിച്ച എല്ലാ നടപടികളെയും പിന്തുണച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പിന്നെ EP ജയരാജനുമായി ഇപ്പോൾ കാണുകയാണ് മഞ്ജുഷ് ഗോപാൽ. അതിൻ്റെ പൂർണ്ണ സംപ്രേഷണം നമുക്ക് പിന്നീട് നൽകുകയും ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.